നമസ്കാരം. ലൈവ് നിലമ്പൂരിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ മാത്രം ആശ്രയിച്ചു കഴിയുന്ന വൃദ്ധ ദമ്പതികൾ സമ്പന്നരാണെന്ന് പൊതുവിതരണ വകുപ്പ്. BPL പട്ടികയിൽ നിന്ന് മാറ്റി കുടുംബത്തിന്റെ റേഷൻ കാർഡ് പൊതുവിഭാഗത്തിലാക്കി. ഏനാന്തി മഞ്ഞളാംകുഴി 75-കാരനായ രാധാകൃഷ്ണനും 70-കാരിയായ ഭാര്യ തങ്കമ്മവും പ്രത്യേക സംരക്ഷണം അർഹിക്കുന്നവരാണ്. 6 സെന്റിൽ ചാണകം മെഴുകിയ തറയോടുകൂടിയ ഓടിട്ട കൊച്ചു വീട്ടിലാണ് ഇരുവരും കഴിയുന്നത്. 2 പെൺമക്കളെ വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലേക്ക് വിവാഹം ചെയ്തയച്ചു. ആൺമക്കളില്ല. സ്വന്തമായി വരുമാന മാർഗം ഇവർക്കില്ല. അസ്ഥി തേയ്മാനം ഉൾപ്പെടെ രോഗങ്ങൾ ഇരുവരെയും അലട്ടുന്നു. ചികിത്സയ്ക്ക് മാസം നല്ലൊരു തുക വേണം. 2017 റേഷൻ കാർഡ് പുതുക്കിയപ്പോഴാണ് ദമ്പതികൾ BPL-ൽ നിന്ന് പൊതുവിഭാഗത്തിലായത്. നീലക്കാർഡാണ് അനുവദിച്ചത്. കാർഡിൽ മാസം കിട്ടുന്നത് 4 കിലോഗ്രാം അരി, 1/2 ലിറ്റർ മണ്ണെണ്ണ, 2 പാക്കറ്റ് ആട്ട എന്നിവ മാത്രം. 2 പേർക്കും കൂടി മാസം കിട്ടുന്ന പെൻഷൻ 2600 രൂപ. നിത്യചിലവിനും മരുന്നിനും ഇത് തികയുന്നില്ല. പൊതുവിഭാഗത്തിലാക്കിയതോടെ സർക്കാർ ആശുപത്രികളിലെ സൗജന്യ ചികിത്സയും നഷ്ടപ്പെട്ടു. താലൂക്ക് സപ്ലൈ ഓഫീസിൽ പരാതി നൽകിയപ്പോൾ മലപ്പുറത്ത് കളക്ടറെ കണ്ടു പരാതി നൽകാൻ നിർദ്ദേശിച്ച് മടക്കിവിട്ടെന്ന് രാധാകൃഷ്ണൻ പറയുന്നു. രോഗങ്ങൾ കാരണം ഇവർക്ക് യാത്രയ്ക്ക് പരസഹായം വേണം.